ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോണത് എയർപോർട്ടിൽ കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അന്നമനാട് എത്തി. നമ്മൾ മതിലകം കൂടി അങ്ങനെയാണ് ഉൾവഴി കയറിയത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്താനായപ്പോൾ ഒരു ബേക്കറി കണ്ട. അപ്പോൾ നേരെ അവിടെ കയറി. അവിടെ ഒരുപാട് സ്നാക്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂട് കാലമല്ലേ, അപ്പോൾ ഒരു തണവിന് വേണ്ടിയിട്ട് ഒരു ഷെയ്ക്ക് പറഞ്ഞു, പിസ്തൊക്കെ ഇട്ടിട്ടുള്ള സെറ്റപ്പ് സാധനം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 2 സമൂസയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ ആ എയർപോർട്ടിൻ്റെ സൈഡിലേക്കുള്ള റോട്ടിൽ കൂടെ വന്ന് നോക്കുമ്പോൾ അവിടെ പായസം വെക്കണം. അപ്പോൾ നമ്മളെ എയർപോർട്ടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഫ്ലൈറ്റ് പോണത് വരണമൊക്കെ കാണാമെന്ന് പറഞ്ഞു. പക്ഷേ സമയമല്ല. അങ്ങനെ അവിടുന്ന് ആ പായസം മേടിച്ച് കുടിച്ച് മോനക്ക് ഇടെല്ലാം സാധനം ഇടാം. 30 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ആ പായസം ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കൊണ്ട് ആകാശത്തു കൂടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഒരു കൗതുകം, കാരണം നമ്മളിതൊന്നും എപ്പോഴും കാണുന്നതല്ലല്ലോ. അങ്ങനെ അവിടെ കാന്താരി മുട്ടയും ചമ്മന്തി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സാധനം പറഞ്ഞു. ആ ചമ്മന്തി എന്ന് വെച്ചാണ്ടല്ല, ആ പറവൂരത്തെ വൈദ്യൻ്റെ ചമ്മന്തി ഉണ്ടല്ലോ, അതുപോലത്തെ ഏകദേശം കിട്ടില്ല സാധനം. അപ്പോൾ വെള്ളം മസ്റ്റാണ്. വയറള കണ്ടിരുന്ന ഭാഗ്യം. അങ്ങനെ നമ്മളെ പോയ കാര്യം സെറ്റാക്കി അവരൊക്കെ കയറ്റി വിട്ട് റെഡിയാക്കിയിട്ട് നേരെ തിരിച്ച്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. നേരെ ഇനി വീട്ടിലേക്ക് പോവാം. പോണ വഴിക്ക് നമ്മളെന്താക്കി, ഗുരുവായൂർ എത്തിയപ്പോൾ ഒരു ഷവർമ പട്ടച്ചി. ഇത്രയുള്ളൂ. അടുത്തതിൽ കാണാം.